വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ക്യാബിനറ്റ് നമ്മൾ റിവ്യൂ ചെയ്യാനും നമുക്ക് ടെസ്റ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും പറ്റുന്നത്. ഒരേ രീതിയിലുള്ള കുറെ ക്യാബിനറ്റ്സുകളും മദർ ബോർഡ്സും ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെതായ ഫീച്ചേഴ്സും അതിന്റെ ഫെസിലിറ്റീസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ലിയാൻലി SUP01 ക്യാബിനറ്റിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് വിത്ത് ബിൽഡ് വീഡിയോ കേട്ടോ. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് ഗിഗ് ബോസ് TV. ഗൈസ്, ലിയാൻലിയുടെ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ വളരെ മിനിമൽ സൈസിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 45 ലിറ്റർ കോമ്പാക്ട് സൈസ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പുള്ള ഏതൊരു ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ പല പല ഫോം ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് M80X ഉണ്ട്, മൈക്രോ ATX ഉണ്ട്, പല പല ഡിസൈൻ, ഈവൻ സ്നീക്കർ പോലും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ക്യാബിനറ്റ് വരുമ്പോൾ ഇതിന്റെ ഒരു ഹൈറ്റ് ടവർ പ്രസൻസ് ആണ് ഈ ഒരു ക്യാബിനറ്റ് വ്യത്യസ്തമാക്കുന്നത്. മോർ ഓവർ ഈ ഒരു ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്യുവർലി എയർ ഫ്ലോ മാനേജ്മെന്റിന് വേണ്ടിയാണ്. ഗൈസ്, ഈ ഒരു 7 വർഷത്തിനിടയിൽ നമ്മൾ കുറേ ക്യാബിനറ്റ്സ് പരീക്ഷിച്ചിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു SUP ക്യാബിനറ്റിന് മാത്രമുള്ള ഒരു ഫെസിലിറ്റിയാണ് ലിയാൻലിയുടെ ഏറ്റവും ഫ്രണ്ടിൽ നിങ്ങൾക്ക് GPU മൗണ്ട് ചെയ്യാൻ പറ്റും. അതും പ്യൂർലി അഡ്ജസ്റ്റബിൾ ആണ്. അതായത് ഈവൻ ഒരു 4070 സൂപ്പർ 4080 കാർഡൊക്കെ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു പ്രൊവിഷനിൽ വെക്കാൻ പറ്റും. മൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് റൈസർ കേബിൾ ഉണ്ട്. ആ റൈസർ കേബിൾ പ്യൂർലി ARGB ആണ്. അത് ഈ ക്യാബിനറ്റിലൂടെ എൻറ്റയർലി ഫ്രീയും ആണ്. ഗൈസ്, ഈ ഒരു ലിയാൻലി SUP01 ട്രിപ്പിൾ എയർ ഫ്ലോ ചേമ്പേഴ്സ് ആണുള്ളത്. തെർമൽ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് ഈ ഒരു ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ക്യാബിനറ്റിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 2 360mm ഫാൻ മൗണ്ട് അവൈലബിൾ ആണ്. അതിൽ 360യുടെ AAO ബാക്കിലാണ് മൗണ്ട് ചെയ്യുന്നത്. റേഡിയേറ്റേഴ്സ് പൊതുവെ വരുന്നത് ഒന്നെങ്കിൽ ഫ്രണ്ട് സൈഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ടോപ്പ് സൈഡ് ആയിരിക്കും. പക്ഷേ റിയർ സൈഡിൽ വെക്കാന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ കുറച്ച് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ബിൽഡ് ചെയ്തപ്പോൾ വളരെ ഈസി ആയിരുന്നു. അതിനുള്ള എല്ലാ പ്രൊവിഷൻസും ലിയാൻലിയുടെ ഈ ഒരു ക്യാബിനറ്റിൽ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, GPU വെന്റിലേഷനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ക്യാബിനറ്റ് ആണ് ഈ ലിയാൻലിയുടെ SUP01. ഫ്രണ്ട് സൈഡ് മൗണ്ടിലാണ് നമ്മൾ GPU ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈവൻ RTXന്റെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ കാർഡുകൾ പോലും ടെമ്പറേച്ചർ കുറച്ചുണ്ടാവും. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഫ്രണ്ട് സൈഡിൽ പ്യുവർലി പെർഫറേറ്റഡ് ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ എക്സോസ് ഫാൻസ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ട്രിപ്പിൾ 120mm എക്സോസ് ഫാൻസും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RGB അല്ല എന്നുള്ള ഒരു ഒറ്റ ഡിസഡ്വാൻറ്റേജ് ഞാൻ ഇതിൽ കണ്ടുള്ളൂ. റിയർ സൈഡിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് RGB അല്ല അവിടെ വേണ്ട. ഏറ്റവും കൂടുതൽ പെർഫോമൻസും PWM കൺട്രോളബിൾ ആയിട്ടുള്ള ഫാൻസ് ആണ് അത് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ ചേംബർ എയർ ഫ്ലോ മാനേജ്മെന്റ് ആണ് ഈ ഒരു ക്യാബിനിൽ കൊടുത്തിരിക്കുന്നതെന്ന് ആൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിലായിട്ട് റിയർ ഇൻടേക്ക് ഫാൻ ആയിട്ട് നമുക്ക് ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ബ്രാക്കറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കേസ് ഫാൻ വെക്കുകയാണെങ്കിൽ മദർ ബോർഡ് അതേപോലെ തന്നെ മേജർ കോമ്പണന്റ്സ് എല്ലാം കൂൾ ചെയ്യാൻ ഈ ഒരു ഇൻടേക്ക് ഫാൻ നമുക്ക് സഹായിക്കും. അത് ബോട്ടം ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അത് മദർ ബോർഡിന്റെ PCB ഒക്കെ കൂൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അതിന്റെ എക്സോസ്റ്റും നമുക്ക് ബാക്ക് സൈഡിലുള്ള ഈ ട്രിപ്പിൾ 120mm ഫാൻസ് കൃത്യമായിട്ട് അത് എയർ ഫ്ലോ മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കോമ്പണന്റ്സ് എല്ലാം മദർ ബോർഡ് ആയിക്കോട്ടെ, RAM ആയിക്കോട്ടെ, SSD ആയിക്കോട്ടെ വളരെ ചില്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ക്യാബിനറ്റിന്റെ ഈ ട്രിപ്പിൾ എയർ ഫ്ലോ മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഗൈസ്, ഈ ഒരു പർട്ടിക്കുലർ ക്യാബിനറ്റിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വെറൈറ്റി ക്യാബിനറ്റ്സ് ഒക്കെ ഇറക്കുമ്പോൾ സൈസിൽ, അതായത് നമ്മൾ മദർ ബോർഡ് ചോയ്സിൽ പൊതുവെ M80X മൈക്രോ ATX ഒക്കെ നമുക്ക് ചിലപ്പം എടുക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. പക്ഷേ ഇതിൽ ഫുൾ ATX മദർ ബോർഡ് കോമ്പാക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മദർ ബോർഡ് ഏത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാബിനറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു M80X ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ATX മദർ ബോർഡ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഗൈസ്, ഈ ഒരു ക്യാബിനറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഫ്രണ്ട് മൗണ്ടഡ് ആയിട്ടുള്ള GPU ആകുമ്പോൾ തന്നെ മദർ ബോർഡിൽ നിന്ന് ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യുന്നത് 510mm PCI റൈസർ കേബിൾ 4.0 ആണ്. ഈ ഒരു റൈസർ കേബിൾ പ്യുവർലി ARGB ലൈറ്റിംഗിന്റെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അത് ക്യാബിനറ്റിന്റെ സൈഡിലായിട്ട് ബോട്ടം സൈഡിലായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ മോഡ് സ്വിച്ചും ഉണ്ട്, കളർ സ്വിച്ചും ഉണ്ട്. ഈ രണ്ടിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ക്യാബിനറ്റിൽ ഇതിന്റെ സ്വിച്ച് ലിയാൻലി എന്ന ബാഡ്ജിങ്ങിനിടയിലാണ് ഇവർ ഇതിന്റെ പവർ സ്വിച്ച് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഡിസെപ്റ്റീവ് ആണെങ്കിലും എർഗോണമിക്കലി ലുക്ക് വൈസ് വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ലിയാൻലിയുടെ ലോഗോ ആണ് ഇതിന്റെ സ്വിച്ച്. അത് നമുക്ക് കാണുമ്പോഴത്തേക്ക് നോർമലി സ്വിച്ച് കണ്ടുപിടിക്കാൻ അപ്പോൾ പാടുപെടേണ്ട. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്വിച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ ക്യാബിനറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 13,000 to 14,000 റേറ്റിലാണ്. പക്ഷേ ഒരു 4,000 to 5,000 രൂപ വില വരുന്നുണ്ട് റൈസർ കേബിൾ 4.0ക്ക്. ആ കേബിള്, പിന്നെ LED സ്ട്രിപ്പ്, പിന്നെ 3 പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫാൻസ്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ
4 തൊട്ട് 5 വർഷമൊക്കെ നിങ്ങൾ എയർ ഫ്ലോ മാനേജ് ചെയ്ത്, അതായത് വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഫുള്ളി 24/7 റൺ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന PCs ആണെങ്കിൽ SUP1 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ ഫോർ യു. ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോസസർ AMDയുടെ Ryzen 7000 7600X ആണ്. ഓവർ ക്ലോക്കിംഗ് പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു പ്രോസസർ തന്നെയാണ് 7600X. ഗെയിമിംഗ്, സ്ട്രീമിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ മദർബോർഡ് ചോയ്സ് B650 ഗെയിമിംഗ് വൈഫൈ ആണ്. 32 GB ഓഫ് റാം ഉണ്ട്. 1 TB SSD ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. MSIയുടെ കോർ ലിക്വിഡ് ആണ് M360 എന്ന് പറയുന്നതാണ്. ഈ ഒരു കോർ ലിക്വിഡ് ഈ ക്യാബിനറ്റിന്റെ റിയർ സൈഡിൽ എക്സോസ്റ്റ് മോഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് ചൂടാവുമ്പോഴത്തേക്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു റിയർ സൈഡ് എക്സോസ്റ്റ് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഗ്രാഫിക്സ് കാർഡ് ആയിട്ട് ആദ്യം ഞങ്ങൾ ചൂസ് ചെയ്തത് 4060 ആണ്. പക്ഷേ ആ 4060 ഡുവൽ ഫാൻ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡിൽ കണക്ട് ചെയ്യുമ്പോൾ വളരെ ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 4060 മാറ്റിയിട്ട് 4060 Ti Ventus 3X ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4070 സൂപ്പറോ 4080 വരെ ഉള്ള കാർഡുകൾ ഇതിൽ ഈസിലി മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രിപ്പിൾ ഫാൻ ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ മോഡൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ PSU ചോയ്സ് എന്ന് പറയുമ്പോൾ ഒരു 650 or 750 watts is more than enough. ഇതെല്ലാം കൂടെ പവർ ചെയ്തിട്ടുള്ള ഒരു PC ആണ് നമ്മൾ ഈ ഒരു ക്യാബിനറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.